അപ്പോൾ നമ്മുടെ ചിക്കൻ തന്തൂരി ബോക്സ് കണ്ടാലോ, ബട്ടറിലോട്ട് നമ്മളിതാ ഗാർലിക്കും അതുപോലെ തന്നെ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ തന്തൂരി മസാലയും മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തന്തൂരി മസാല വേണം കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെന്ത ശേഷം ഇതൊന്ന് സ്മോക്കി ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം മതിയിട്ട് അടച്ച് വെക്കൽ. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുക. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റും അതുപോലെ വലിയ ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചേർത്ത് കൊടുത്ത ഐറ്റംസൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് നമ്മുടെ സ്വന്തം മയോണൈസും തന്തൂരി മയോണൈസും അതുപോലെ ചീസും കൂടിയാണ്. ചീസ് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതാ ഈ ഒരു ഫില്ലിങ് മാറ്റി വെച്ച ശേഷം ഇതുപോലെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് എന്താ പറയുക, ഫില്ല് ചെയ്തെടുക്കേണ്ടത്. 2 സമൂസയുടെ ഷീറ്റ് എടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് നമ്മൾ നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് അത് തമ്മിലൊന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ 2 സൈഡിലും മൈദയുടെ പേസ്റ്റ് ആക്കിയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒരുപാട് ബോക്സ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാം. എയർ ഫ്രൈയിലാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഒന്ന് ചെരിച്ച് വെച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ അഥവാ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ഷെയർ